അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 2024 ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഉദാഹരണങ്ങൾ വേർതിരിക്കാം. ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇൽഹാറിൻ്റെ ഉദാഹരണം ഏതാണ് അതിന്ന് കണ്ടെത്തണം. ഇഖ്ലാബ് ഏതാണ്, ഇദ്ഗാം ബിഗുന്ന ഏതാണെന്നൊക്കെ കണ്ടെത്തണം. ഇത് കണ്ടെത്തണമെങ്കിൽ ആദ്യം ഇൽഹാറിൻ്റെ അക്ഷരം നമുക്ക് അറിയണം. ഇൽഹാറിൻ്റെ അക്ഷരം ഏതൊക്കെയാണ്? ഹംസ്, ഹ, ഐൻ, ഹ, ഖൈൻ, ഹ, ആ 6 നമുക്കറിയണം. ഇനി ആദ്യം ഞങ്ങൾ ഒരു ഉദാഹരണം എടുത്താൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അത് സാക്കിനായ നൂനുണ്ടോ എന്ന് നോക്കണം. എന്താ സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂന്. ഇതിൽ സുക്കൂനുള്ള നൂനുണ്ടോ? ഉണ്ട്. ഇതാ നൂനുണ്ട് അല്ലേ? സുക്കൂനുള്ള നൂന് ശേഷം ഏത് അക്ഷരം? ബ ആണ്. ബ ഇതിൽ ഏതിൻ്റെ അക്ഷര? ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബ. അപ്പൊ യുംബിത്തു ഏതിൻ്റെ ആണ്? ഇഖ്ലാബിൻ്റെതാണ്. മനസ്സിലായോ? അടുത്ത് ഇതിൽ സാക്കിനായ നൂനുണ്ടോ? ഉണ്ട്. ഇതാ അതിന് ശേഷമുള്ള അക്ഷരം ഏതാ? ഐനാണ്. അതിന് ആരുടെ അക്ഷര? ഇൽഹാറിൻ്റെ. അപ്പൊ ഈ ഉദാഹരണം ആരുടേതാണ്? ഇൽഹാറിൻ്റെത്. അപ്പൊ അൻഅംത അലൈഹിം. അടുത്ത് കിറാമിൻ ബററ. ഇതിൽ സാക്കിനായ നൂനുണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്? തൻവീൻ ഉണ്ട് അല്ലേ? തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ? ബ ആണ്. ബ ആരുടെ അക്ഷരാണ്? ഇഖ്ലാബിൻ്റെ. അപ്പൊ ഇത് ഇഖ്ലാബിൻ്റെ ഉദാഹരണമാണ് കിറാമിൻ ബററ. അടുത്ത് മിർ റസൂലിൻ. സാക്കിനായ നൂനുണ്ടോ? ഉണ്ട്. ഈ നൂന് ശേഷമുള്ള അക്ഷരം ഏതാ? റ ആണ്. റ ആരുടെ അക്ഷര? ഇദ്ഗാമും ബിലാഗുന്ന. ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരമാണ് ലാമും റാവും അല്ലെ? അപ്പൊ ലാമുണ്ട് ഇവിടെ, റാ ഉണ്ട് ഇവിടെ. അപ്പൊ മിർ റസൂൽ ആരുടേതാണ്? ബിലാഗുന്നയുടെ. അടുത്ത ഫീ കിതാബിൻ മുബീൻ. ഇതിൽ സാക്കിനായ നൂനുണ്ടോ? ഇല്ല. ആരുണ്ട്? തൻവീൻ ഉണ്ട്. തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ? മീമാണ്. മീം ആരുടെ അക്ഷരാണ്? ആദ്യം അറിയണം. ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാം ബിഗുന്നന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ? നൂന്, വാവ്, മീമ്, യാ അല്ലെ? അപ്പൊ മീമാണുള്ളത്. തൻവീന് ശേഷം ആരുള്ളത്? മീമാണ്. അപ്പൊ ആരുടേതാണ്? ഇദ്ഗാമും ബിഗുന്നയുടേത്. ഇത് അടുത്ത അന്തും. അന്തും എന്നുള്ള സാക്കിനായ നൂനുണ്ടോ? ഉണ്ട്. ശേഷമുള്ള അക്ഷരം ഏതാ? ത ആണ്. തു അല്ലെ? അപ്പൊ ത ആരുടെ അക്ഷരാണ്? ഇഖ്ഫായിന്റെ അക്ഷരാണ്. അപ്പൊ ഇഖ്ഫായിന്റെ ഉദാഹരണമാണിത്. ഇഖ്ഫായിന്റെ ഉദാഹരണമാണ് അത്. അതിനിന്തജിരി. നൂനുണ്ടോ? സാക്കിനായ നൂനുണ്ടോ? ഇല്ല. അപ്പൊ ഈ നൂനോ? ഈ നൂന് തൻവീനുള്ള നൂനാണ് അല്ലെ? ഈ നൂന് സാക്കിനായ നൂനല്ല, പിന്നെ തൻവീൻ ഉണ്ട്. അപ്പൊ തൻവീനെ നമ്മൾ നോക്കുക. തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ? ത ആണ്. ത ആരുടെ അക്ഷരാണ്? ഇഖ്ഫായിന്റെ. അപ്പൊ ഇഖ്ഫായിന്റെ ഉദാഹരണം. ഫീ ജന്നത്തിൻ ആലിയ. സാക്കിനായ നൂനുണ്ടോ? ഇല്ല. തൻവീനുണ്ടോ? ഉണ്ട്. അപ്പൊ തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ? ഐനാണ്. ഐൻ ആരുടെ അക്ഷരമാണ്? ഇൽഹാറിന്റെ. അപ്പോ ഇതാണ് ഇൽഹാറിന്റെ ഉദാഹരണമാണ് ഫീ ജന്നത്തിന്. അപ്പൊ ഇങ്ങനെയാണ് ഇത് നോക്കേണ്ടത് കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും ആ ചോദ്യം വരാറുണ്ട്. അടുത്ത ശരിക്ക് ശരി നൽകാനാണ്. ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ 18, 15. ഏതാ ശരി? 15. അടുത്ത് ഇദ്ഗാമും ബിഗുന്ന. മണിക്കാതെ ഷദ് ചെയ്യണം, ഷദ്ദോട് കൂടി മണിക്കണം. ഏതാ ശരി? ഇദ്ഗാം ബിഗുന്ന ഷദ്ദോട് കൂടി മണിക്കണം. അടുത്തത് ഇഖ്ഫാ. തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം, മീമായി മറിച്ചു മണിക്കണം. ഇത് ഇഖ്ലാബിൻ്റെതാണ് അല്ലേ? മീമായിട്ട് മറിക്കല്. നൂനിനെ മീമായിട്ട് മറിക്കണ പരിപാടി ആർക്കുള്ളത്? ഇഖ്ലാബിനുള്ളത്. അപ്പൊ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കുക. ഇതാണ് ഉത്തരം. അടുത്ത് മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ്, തലച്ചോറിൽ നിന്നാണ്. വളരെ സിമ്പിൾ ആണ്. തരിമൂക്കിൽ നിന്ന്. അടുത്തത് സുക്കൂന് വരികയില്ല പദത്തിന്റെ അവസാനത്തിൽ, പദത്തിന്റെ തുടക്കത്തിൽ. എവിടെയാണ് സുക്കൂന് വരാത്തത്? തുടക്കത്തിൽ അല്ലെ? അവസാനത്തിൽ വരും. അടുത്ത് മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമ്, താ. അയ്യയ്യേ, മീമ്, നൂന്. ഏതാ ശരി? മീമ്, നൂന്. അടുത്തത് കലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ ഡാഷ്. കലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ. ഇതാണ് അതിന്റെ ഉത്തരം. തൻവീൻ ഉണ്ടാവൂ. അടുത്ത ചോദ്യം. ജൗഫ് എന്നതുകൊണ്ട് വായയുടെ ഡാഷ് എന്താണ്? ഉൾഭാഗം. എങ്ങനെ ഉൾഭാഗം എന്ന് എഴുതുക? ദാ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത തരിമൂക്കിന് അറബിയിൽ പറയുന്നത് എന്താണ്? തരിമൂക്കിന് അറബിയിൽ പറയാ ഖൈഷൂം. ഖൈഷൂം. അടുത്ത് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത്, മണിക്കുന്നതിന് എന്താ പറയുക അറബിയിൽ? ഗുന്നത്ത്. 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 അടുത്തത് വിശുദ്ധ ഖുർആൻ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തേക്കും ഡാഷ് എന്താണ്? അനുയോജ്യമാണ്. എങ്ങനെ എഴുതുക പഠിക്കണം. ഇതാ അനുയോജ്യമാണ്. ജ്യ എന്ന് എഴുതണമെങ്കിൽ ജിയും യാവുമാണ്. അനുയോജ്യമാണ്. അടുത്തത് ഉത്തരം എഴുതാം. ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ്. കണ്ടുണ്ട എങ്ങനെ എഴുതുക? കണ്ടും കേട്ടുമാണ്. അടുത്തത് മഖർജ് എന്ന് പറയുന്നത് എന്തിനാണ്? അക്ഷരങ്ങൾ
പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഖറജ് എന്ന് പറയുന്നത്. സ്ഥാനങ്ങൾ സ്, പിന്നെ ത, പിന്നെ ഹ, പിന്നെ അലിഫ്, ങ സ്ഥാനങ്ങൾക്കാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ പറയുന്നത്. അക്ഷരങ്ങൾ സ്പെല്ലിങ് തെറ്റിയാൽ മാർക്ക് കുറയും. അടുത്ത് മഖറജ് എന്ന് പറയാം. അടുത്ത് അഖ്സൽ ഹൽക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? അഖ്സൽ ഹൽക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? തൊണ്ടയുടെ താഴെയറ്റത്തിന്. എന്താണ്? തൊണ്ടയുടെ താഴെയറ്റം, അതാണ് അഖ്സൽ ഹൽക്ക്. അടുത്തത് നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിൽ നിന്നായി എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു? നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിൽ നിന്നായി 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നു. ഇത് 18 ഇഖ്ഫായിന്റെ അക്ഷരം എത്രയാണ്? 15. ആരും മറന്നു പോകരുത് കേട്ടോ. ഇഖ്ഫായിന്റെ അക്ഷരം 15. നാവിൽ നിന്ന് വരുന്ന അക്ഷരം 18. ആരാ ടോപ്പില്? നാവ്. അടുത്തത് വാവ്, ഫാ, ബാ, മീം എന്നിവ എവിടെ നിന്നാ പുറപ്പെടുന്നത്? അല്ലെ? വബമഫ നമ്മൾ പഠിച്ചു. വബമഫ എവിടുന്ന വരുന്നത്? ചുണ്ടിൽ നിന്ന്, അല്ലെ? അല്ലെങ്കിൽ ഹുറൂഫ് ഷഫത്ത് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ചുണ്ടിൽ നിന്ന് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റിക്കരുത്. ഉണ്ട് എന്ന് എഴുതുമ്പോൾ ആദ്യം ന എഴുതണം, പിന്നെ ഡി എഴുതണം. ചുണ്ടിൽ നിന്ന്. അടുത്തത് വ്യക്തമാക്കാം. റാഇന്റെ മഖ്റജ് പഠിക്കണം. നാവിന്റെ തലയുടെ മുതുകും മേലെ മുമ്പല്ലിന്റെ ഊനും. ഇത് നാവാണെങ്കിൽ ഇതിന്റെ തലയുടെ മുതുകും മേലെ മുമ്പല്ലിന്റെ ഊനും. റാ എന്ന് പറഞ്ഞു നോക്കൂ. റാ. അടുത്തത് ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. അയ്യയ്യേ, ലമ്മിനെ നീട്ടാൻ വാവുണ്ട്. വാവാണ് അല്ലേ? അതൊക്കെ എന്ത് ചോദിക്കാനാ? അടുത്ത ചോദ്യം, താഴെ കൂട്ടത്തിൽ ഇല്ലാത്ത ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ താ ഉണ്ട്, സാ ഉണ്ട്, ജീമുണ്ട്, ദാലുണ്ട്, സീന്, ഷീന്, സ്വാദ്, ലോദ്, ത്വാ. 2, 4, 6, 8, 10, 11. അപ്പൊ എത്ര അക്ഷരം മിസ്സായിട്ടുണ്ട്? 4 അക്ഷരം മിസ്സായിട്ടുണ്ട്. ആ 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. താവും സാവും ഉണ്ട് അല്ലേ? സീനും ഷീനും സ്വാദും ഉണ്ട്, ലോദും ഉണ്ട്, ത്വാ ഉണ്ട്. ഏതില്ല? ലോ ഇല്ല. അപ്പൊ ഒന്ന് ലോ ആണ്. പിന്നെ ഇനിയുണ്ടല്ലോ 3 എണ്ണം. ഇനി 3 ഏതാ? 2 കാഫും 1 ഫാവും അല്ലേ? 1 കാഫ് ഇത്, പിന്നെ 1 കാഫ് ഇതും, പിന്നെ 1 ഫാവും. ഇതാണ് മിസ്സിംഗ് അക്ഷരങ്ങൾ. അപ്പൊ ഇതാണ് 2024 ചോദ്യപേപ്പർ. ഇനി നമ്മൾ 2023 ചോദ്യപേപ്പർ നോക്കുകയാണ്. ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15. ഇതാ 15. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖുർആൻ ഷരീഫ്. അടുത്ത് ഹൽക്കിന്റെ ഹർഫുകൾ 6 അല്ലെ? ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6. നാവിൽ 10 സ്ഥാനങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18. അടുത്ത് ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ ഉൾഭാഗമാണ്. അടുത്ത് തരിമൂക്കിന് പറയുന്ന പേര് ഖൈഷൂം. വളരെ സിമ്പിൾ ആണ് അല്ലെ? അടുത്ത് തെറ്റ് ശരിയാക്കി എഴുതാനാണ്. ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം എന്താ? മഖ്റജാണ് അല്ല സിഫാത്താണോ? അല്ല. എന്താണ്? മഖ്റജ്. അപ്പൊ ഇവിടെ മഖ്റജ് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം ഏതാണ്? മഖ്റജ്. അല്ലെങ്കിൽ സിഫാത്ത് എന്ന് പറഞ്ഞ ശബ്ദരീതി, അത് എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പൊ ഇത് മാറ്റണ്ട, ഇത് മാറ്റിയാൽ മതി. ഏറ്റവും എളുപ്പം ഇത് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടുത്തത് മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റാവുമാണ്. ആണോ? അല്ല, മീമും നൂനുമാണ്. ഇതാണ് തെറ്റ്. 3 മാർക്കാണിത്. സംഭവമാണ് കേട്ടോ. അടുത്ത് 18 പദത്തിന്റെ അവസാനത്തിൽ സുക്കൂന് വരികയില്ല. പദത്തിന്റെ അവസാനത്തിൽ സുക്കൂന് വരികയില്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പദത്തിന്റെ തുടക്കത്തിൽ സുക്കൂന് വരികയില്ല. അപ്പൊ ഇവിടെ പദത്തിന്റെ അവസാനത്തിൽ നിന്ന് മാറ്റിയിട്ട് എന്താക്കുക? തുടക്കത്തിൽ നിൽക്കുക. അടുത്ത് ഫതഹിനെ നീട്ടാൻ കെസറിനെ ഉപയോഗിക്കും. അയ്യയ്യയ്യേ, ഫതഹിനെ നീട്ടാൻ അലിഫിനെ ഉപയോഗിക്കും. 3 മാർക്കാണ്. വളരെ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം ഇദ്ഗാമും ബിഗുന്ന. ഓരോ ഉദാഹരണം എഴുതാൻ, ഓരോന്നിനും. അപ്പൊ ഇദ്ഗാം ബിഗുന്നന്റെ ഉദാഹരണം അത് കാണാതെ പഠിക്കന്നെ വേണം. ഇദ്ഗാം ബിഗുന്നന്റെ ഉദാഹരണം 2 എണ്ണം കാണാതെ പഠിക്കണം എല്ലാവരും. മിമ്മർഖദിന മിമ്മ ഇമ്മഹീൻ ഫീ കിതാബിൻ മുബീൻ. 3 എണ്ണം ഇവിടെ ഉണ്ട്, അതിൽ 2 എണ്ണം കാണാതെ പഠിക്കുക.
പിന്നെ ഇദ്ഗാമും ബിലാഗുന്നയുടെ ഉദാഹരണം എന്താ? മിർ റസൂലിൻ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അടുത്തത് ഇഖ്ലാബിന് ഉദാഹരണം യുംബിതു മിൻ ബഅദു കിറാമിൻ ബററ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത ഇഖ്ഫായിന് ഉദാഹരണം അൻതും മൻ തസക്ക അദ്നിൻ തജിരി. അടുത്ത് വ്യക്തമാക്കാം ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ. ഐവ വബമഫ അല്ലെ, വാവ് ബാ മീമ് ഫ. തൊണ്ടയുടെ മുകൾ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നല്ലോണം പഠിക്കണം. തൊണ്ടയുടെ മുകളറ്റം, താഴെ അറ്റം, പിന്നെ മദ്യം അല്ലെ. വസ്തുൽ ഹൽക്ക് പറഞ്ഞാൽ തൊണ്ടയുടെ മദ്യം. പിന്നെ തൊണ്ടയുടെ അങ്ങേ താഴെ അറ്റത്തിന് അക്സൽ ഹൽക്ക്. അപ്പൊ തൊണ്ടയുടെ മുകളറ്റത്തിന് അദിനൽ ഹൽക്ക്. അടുത്ത് തൊണ്ടയുടെ താഴെ അറ്റത്തിന് അറബിയിൽ പറയാം അക്സൽ ഹൽക്ക്. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? തരിമൂക്കിൽ നിന്നാണ് അല്ലെ. മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ്. അടുത്ത് സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. ഏതിനെയാണ്? ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല, അവക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ചില നൂനുകൾക്ക് ഒന്നും കാണുന്നില്ല, അവക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. അടുത്തത് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. ഇൽഹാർ വെളിവാക്കൽ മണിക്കരുത്. അപ്പൊ ഇദ്ഗാമും ബിഗുന്ന ഷദ്ദോട് കൂടി മണിക്കണം. ഇദ്ഗാമും ബിലാഗുന്ന മണിക്കാതെ ഷദ് ചെയ്യണം. ഇഖ്ലാബ് മീമായി മറിച്ചു മണിക്കണം. ഇഖ്ഫാ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം. ഈ പെട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കണം. നമ്മൾ അടുത്ത 2022 ചോദ്യപേപ്പർ നോക്കുന്നു. ഇഖ്ഫാ ഇന്ന് ഉണ്ട്, എന്തുണ്ട്? 15 അക്ഷരങ്ങൾ. അടുത്ത് ഇദ്ഗാമും ബിഗുന്ന എന്താണ്? ഷദ്ദോടുകൂടി മണിക്കണം. ഇദ്ഗാമും ബിലാഗുന്ന മണിക്കാതെ ഷദ് ചെയ്യണം. ഇഖ്ലാബ് മീമായി മറിച്ചു മണിക്കണം. ഇൽഹാർ വെളിവാക്കൽ. മണിക്കൽ ഉണ്ടാവുന്നത് എവിടുന്നാണ്? തരിമൂക്കിൽ നിന്നാണ്. അടുത്ത ഉദാഹരണം എഴുതാം. കണ്ടോ? ഇഖ്ലാബിന് ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കണം. കിറാമിൻ ബററ, ഇദ്ഗാമും ബിലാഗുന്ന, മിർ റസൂലിൻ, ഇദ്ഗാമും ബിഗുന്ന, മിമ്മർഖദിന. അടുത്തത് പൂർത്തിയാക്കാം. മണിക്കുന്നതിന് അറബിയിൽ പറയുന്ന പേര് എന്താണ്? ഗുന്നത്ത്. മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനും അല്ലെ. ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ ഉൾഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖുർആൻ ഷരീഫ്. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അടിസ്ഥാന എഴുതുന്നത് ശ്രദ്ധിക്കണം. അടിസ്ഥാന ഗ്രന്ഥമാണ്. ഗ്രന്ഥ എല്ലാം എഴുതുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അടുത്ത 2 വീതം എഴുതാം. ഹുറൂഫുൽ ഹൽക്ക് തൊണ്ടയുടെ അക്ഷരങ്ങൾ, ഹംസ് ഹാ ഐന് ഹാ ഏത് വേണമെങ്കിലും, 6 ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെ തജ്വീദിൽ പ്രധാന പഠന വിഷയങ്ങൾ ഞാൻ വളരെ പ്രധാനപ്പെട്ടതായി പറഞ്ഞതാണ്. തജ്വീദിലെ പഠന വിഷയങ്ങൾ ഇതാണ്. തജ്വീദിലെ പഠന വിഷയങ്ങൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ പഠന വിഷയങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അന്തം വിടും. എന്താണ്? മഖറജ്, സിഫാത്ത്, മദ്, ഗുന്നത്ത്, തഫ്ഹീം, തർക്കീക്ക്. ഈ അറബിയിൽ ഏത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിന്റെ മീനിങ് എഴുതണം എന്ന് ഇല്ല. അപ്പോ മഖറജ് അർഫ് പുറപ്പെടുന്ന സ്ഥാനം ഇത് രണ്ടും കൂടി എഴുതിയാൽ 1 മാർക്കേ കിട്ടുള്ളൂ കേട്ടോ. കാരണം 2 എഴുതണം എന്ന് പറഞ്ഞു. ഇവിടെ തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ 2 എഴുതണം. 2 എഴുതുമ്പോൾ മഖറജ് എഴുതണം, വേറെ സിഫാത്ത് എഴുതണം. അല്ലെങ്കിൽ അർഫ് പുറപ്പെടുന്ന സ്ഥാനം, ശബ്ദരീതി ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് ഉത്തരം എഴുതാം. ഖൈഷൂം എന്തിനാണ് പറയുന്നത്? ഖൈഷൂം എന്ന് പറഞ്ഞാൽ എന്താണ്? തരിമൂക്ക്. നാം ഖുർആൻ പഠിക്കണം എങ്ങനെ? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് പഠിക്കേണ്ടത്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? 18. തൻവീൻ ഉണ്ടാവൽ എവിടെയാണ്? പദത്തിന്റെ അവസാനത്തിൽ. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഏതെല്ലാം? വാവ്, ബാ, മീം, ഫ. മഖറജ് എഴുതാം. സ്വാദ്, സായ്, സീൻ. ഇതാ നാവിന്റെ കൂർത്ത അറ്റവും താഴെയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇടയും, അതാണ് സ്വാദ്, സായ്, സീൻ. അടുത്തത് ഖാഫിന്റെ മഖറജ്. ഖാഫിന്റെ മഖറജ്, ളാദിന്റെ മഖറജ്. ഇതാ ഖാഫിന്റെ മഖറജ്, ഇത് ഫായിന്റെ ആണ്.
ഖാഫിന്റെ മഖ്റജ്. നാവിന്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും. അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ? ഖാഫിന്റെ മഖ്റജ് പഠിക്കാൻ എളുപ്പമാണ്. നാവിന്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും. അടുത്തത് ളാദിന്റെ മഖ്റജ്. നാവിന്റെ 2/1 അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തത്. ഇപ്പൊ 3 വർഷത്തെ ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു നല്ല മാർക്കോട് കൂടി പാസ്സാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.